ഹായ് ഫ്രണ്ട്സ്, നല്ലൊരു ഹെയർ പാക്ക് നോക്കിയാലോ? മുടി നല്ല സിൽക്കി സ്മൂത്തായിരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഹെയർ പാക്കാണ് ഞാനിന്ന് കാണിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ളത് കറ്റാർ വാഴയാണ്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായ കറ്റാർ വാഴയാണ് എടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണ് ഈ വൈറ്റ് ജെല്ല് മാറ്റിയെടുക്കുന്നത് നോക്കാം. ഇതേപോലെ തൊലി ഇങ്ങനെ കത്തി ഉപയോഗിച്ച് കളഞ്ഞിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് കറ്റാർ വാഴേൻ്റെ ജെല്ല് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതിന് മുന്നേ തന്നെ പറിച്ചെടുത്ത കറ്റാർ വാഴ ഇതേപോലെ അരിഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ടേക്കണം. കാരണം അതിനൊരു യെല്ലോ കളറുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അത് നമുക്ക് ചൊറിച്ചിലുണ്ടാക്കും. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ വെച്ച് നന്നായി കഴുകിയെടുത്തതിന് മാത്രം ശേഷം ഉപയോഗിക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് ചോറാണ്. അപ്പോൾ നമ്മൾ ഹെയറിന് ആവശ്യമായിട്ടുള്ളത് എടുക്കുക. പിന്നെ ഒരു പിടി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതും ആവശ്യത്തിന് എടുക്കുക. പിന്നെ ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറ്റാർ വാഴയും ചോറും തേങ്ങയും കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ചോറ് നമ്മളെ ഹെയറിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യും, തേങ്ങ മോയ്സ്ചറൈസ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു അരിപ്പയിൽ കൂടി നന്നായിട്ട് അരിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുത്താലും മതി. അപ്പോൾ കുറച്ചുകൂടി പൊടികളൊന്നും ഇല്ലാതെ നന്നായിട്ട് അരിച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരരിപ്പയിൽ കൂടെയാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു എഗ്ഗ് ആവശ്യമാണ്. അപ്പം മുടിക്ക് നല്ല ഒരു സിൽക്കി സ്മൂത്ത് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എഗ്ഗിൻ്റെ വൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഗ്ഗിൻ്റെ വൈറ്റ് പൊട്ടിച്ചിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആക്കാം. എന്നിട്ട് അതിലേക്ക് ഈ അരിച്ച് വെച്ച മിക്സ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെയർ പാക്കാണിത്. മുടി നന്നായി വളരാനും പിന്നെന്താ നല്ല സിൽക്കി സ്മൂത്തായിട്ട് മാറാനൊക്കെ ഈ ഹെയർ പാക്ക് നല്ലതാണ്. അപ്പോൾ ഞാനിത് തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാണ്. ഇതിൽ തേങ്ങയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വെളിച്ചെണ്ണ അങ്ങനെ തേക്കണമെന്നില്ല. നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടൊരു 10 മിനിറ്റെങ്കിലും വെക്കുക. 10 മിനിറ്റ് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു 5 മിനിറ്റെങ്കിലും വെക്കുക. എന്നിട്ട് ഞാൻ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണിത്. ഹെയർ നന്നായിട്ട് സിൽക്കി സ്മൂത്തായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.